Asianet Radio 657 AM. My Choice. ഏഷ്യാനെറ്റ് റേഡിയോ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഏഷ്യാനെറ്റ് റേഡിയോയുടെ സ്റ്റുഡിയോയിൽ നേരിട്ടെത്തി അവതരിപ്പിക്കുന്ന മൈ ചോയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ വേദിയിലെത്തിയിരിക്കുന്നത് അബുദാബിയിൽ നിന്നുള്ള ഒരു ശ്രോതാവാണ്, ഷാജഹാൻ. അദ്ദേഹം തന്റെ ഇഷ്ടഗാനങ്ങൾ, തന്റെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ് ഏഷ്യാനെറ്റ് റേഡിയോയുടെ ശ്രോതാക്കളുമായി. ഷാജഹാന് മൈ ചോയ്സ് എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാ, സുഖമായിരിക്കുന്നു. എവിടെയാണ് ഷാജഹാൻ? അബുദാബിയിൽ ഷവാമിഖ് എന്ന സ്ഥലത്ത്. അതെ അല്ലേ? നാട്ടിൽ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴക്കടുത്ത് നീർക്കുന്നം. അതാണല്ലോ ഷാജഹാൻ. പാട്ടുകൾ മാത്രമല്ല, സ്ക്രിപ്റ്റും അതിന്റെ കൂടെ തയ്യാറാക്കി അയച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഷാജഹാൻ നീർക്കുന്നം എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണോ ഷാജഹാൻ അറിയപ്പെടുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം അല്ലെ? അറിയപ്പെടാനാണ് ഇഷ്ടം. കാരണം നീർക്കുന്നമാണ് ഞാൻ ജനിച്ചു വളർന്ന പ്രദേശം. ശരി, ഓക്കെ. അപ്പോ അങ്ങനെ തന്നെ പറയാം. തന്നെയുമല്ല, നമ്മൾ നേരത്തെ സ്ക്രിപ്റ്റ് അയച്ചിട്ട് അത് വന്ന് അവതരിപ്പിക്കുന്ന രീതിയായിരുന്നു. ഇപ്പൊ ഏതായാലും നമ്മളൊരു അഭിമുഖത്തിന്റെ രീതിയിലൊക്കെയാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഏത് രീതിയിലായാലും ഷാജഹാൻ സെലക്ട് ചെയ്തിരിക്കുന്ന പാട്ടുകൾ നല്ലതാണ്, ഷാജഹാന്റെ കാഴ്ചപ്പാടുകൾ നല്ലതാണ്. അപ്പോ താങ്കൾ സ്വയം അവതരിപ്പിക്കാൻ പര്യാപ്തനാണെന്ന് ഈ സ്ക്രിപ്റ്റ് ബോധ്യമാക്കുന്നു. താങ്കൾക്ക് ഇഷ്ടഗാനങ്ങളിലേക്ക് കടക്കാം. സഹൃദയരെ, സതീർത്ഥ്യരെ, എന്റെ ഇഷ്ടഗാനങ്ങൾക്ക് അനുഭവ സാക്ഷാത്കാരം നൽകുന്ന ഈ വേദിയിൽ ഞാൻ എന്നും ഓർക്കാൻ കൊതിക്കുന്ന, ഞാൻ പഠിച്ചു വളർന്ന മതപാഠശാലയുടെ തിരുമുറ്റത്തേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുകയാണ്. സനാതനമായ മൂല്യങ്ങളും ധാർമ്മികമായ ചിന്തയും എന്റെ മനസ്സിൽ കുടിയേറിയത് ആ മദ്രസയിൽ നിന്നാണ്. അവിടെ വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും വിഷവിത്തുകൾ മുളക്കുന്നത് ഞാൻ കണ്ടില്ല. മതവൈരത്തിന്റെയും വിദ്വേഷത്തിന്റെയും പൈശാചിക മന്ത്രം ഞാൻ അവിടെ കേട്ടില്ല. അയൽവാസി ഏത് മതസ്ഥനായിരുന്നാലും അവനെ ബഹുമാനിക്കുവാനും അവൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചുണരുതെന്നും അവിടെ വെച്ച് എന്റെ ഉസ്താദ് എനിക്ക് പറഞ്ഞു തന്നു. കഴിഞ്ഞുപോയ ആ ഇന്നലകളിലെ നല്ല കൂട്ടുകാർക്കായിതാ ഈ ഗാനം. നമ്മൾ പോയിരുന്ന കാലം ഓർത്ത് കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. കോണ്ടനത്തൽ നീ എനിക്ക കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീട്ടിയില്ലേ നമ്മുടെ മൊല്ലാക്ക. നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം.
സാമൂഹിക ജീവിയായ മനുഷ്യന് അവന്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സാധ്യമാവാൻ ഉത്തമമായ വ്യക്തിബന്ധങ്ങൾ അനിവാര്യമാണ്. സാമ്പത്തികമായ ഉന്നതിയിലെത്തിയതുകൊണ്ടോ സുഖാഡംബരങ്ങൾ എല്ലാം മറന്നതുകൊണ്ടോ സമാധാനമുണ്ടാവുകയില്ല. പുഞ്ചിരിക്കുന്ന മുഖവുമായി വ്യക്തികളെ അഭിമുഖീകരിക്കുവാനും അവരോട് സ്നേഹത്തിലും കാരുണ്യത്തിലും വർത്തിക്കുവാനും നാം ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് സഹചരുടെ മുഖത്തു നോക്കി പുഞ്ചിരിക്കൽ ധർമ്മമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. അനാഥകളെ സംരക്ഷിക്കുകയും അശരണർക്ക് ആശ്രയം നൽകുകയും ചെയ്യുന്നവർ സ്വർഗലോകത്ത് എന്റെ കൂടെയാണെന്ന് പറഞ്ഞ പ്രവാചകൻ ഒരു കാര്യം കൂടി പ്രഖ്യാപിച്ചു: സഹജീവികളോട് കരുണ കാണിക്കുന്നവരോട് അള്ളാഹു കരുണ കാണിക്കും. അള്ളാഹുവിന്റെ കാരുണ്യമില്ലാത്തവരാരോ അവരാണ് യഥാർത്ഥത്തിൽ യതീമുകൾ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമി എല്ലാരും യതീമുകൾ, എല്ലാരും യതീമുകൾ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമി എല്ലാരും യതീമുകൾ, യതീമുകൾ. ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, ഇന്നത്തെ സമ്പന്നൻ നാളെ വെറും യതീം, യതീം. ഇന്നത്തെ പൂമേട് നാളത്തെ പുൽക്കുടി, ഇന്നത്തെ മദീനൻ നാളത്തെ സുൽത്താൻ. അല്ലാഹുവിൻ കാരുണ്യമില്ലെങ്കിൽ ഭൂമി എല്ലാരും യതീമുകൾ, യതീമുകൾ. യതീമിൻ കണ്ണുനീർ തുടയ്ക്കുവാനെന്നെന്നും എത്തുന്നോ നല്ലയോ ദൈവദൂതൻ. യതീമിൻ കണ്ണുനീർ തുടയ്ക്കുവാനെന്നെന്നും എത്തുന്നോ നല്ലയോ ദൈവദൂതൻ. യതീമിൻ കുമ്പിളിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലയോ പുണ്യവാന്മാർ. യതീമിൻ കുമ്പിളിൽ കരുണാമൃതം തൂകും ഉത്തമരല്ലയോ പുണ്യവാന്മാർ. ആരിതിൽ ജീവിതത്തിനാരായ വേരത്ത പാവങ്ങളെ ആര് സംരക്ഷിപ്പൂ? ആരിതിൽ ജീവിതത്തിനാരായ വേരത്ത പാവങ്ങളെ ആര് സംരക്ഷിപ്പൂ? സ്വർലോകമവർക്കെന്ന് ചൊല്ലി വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം.